ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശാലേം ബ്രഹ്മർഷിയുടെ ഈ മഹത്തായ ഈ സ്വദേശത്തിൽ ഒരിക്കൽ കൂടി വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ വ്യക്തികൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദരങ്ങൾ, പ്രിയ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഞാൻ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നമുക്ക് അല്പസമയ ചിന്തയ്ക്കായി മത്തായിയുടെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു, അവൻ നിൻ്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം കണ്ണുകളടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഞങ്ങളുടെ പകൽവേളയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പകൽക്കാലം കർത്താവേ ഞങ്ങൾ കർത്താവിനെ അങ്ങനെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന അപ്പച്ച ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഞാൻ ദൂതനെ നിനക്ക് മുൻപായി അയക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് മുൻപായി നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് പകൽക്കാലം ദൂതനെ മുൻപായി നമുക്ക് മുൻപായി അയക്കുവാൻ പോകുന്ന പോലൊക്കെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അപ്പച്ച അങ്ങനെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്ന പോലൊക്കെ നന്ദി അപ്പച്ച കർത്താവ്. ഇന്ന് കർത്താവെ അങ്ങ് അത്ഭുതങ്ങൾ ദിനമാക്കി തീർക്കുവാൻ പോകുന്ന പോലൊക്കെ നന്ദി കർത്താവെ. അങ്ങ് അപ്രകാരം ചെയ്യുന്ന പോലൊക്കെ നന്ദി. സകല മുഖത്തോ സകല പോച്ചും ഇറങ്ങുന്നത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇവിടെ വചനം പഠിപ്പിക്കുമ്പോൾ മത്തായിയുടെ പുസ്തകം 11-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഞാൻ നിൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു, അവൻ നിൻ്റെ മുൻപിൽ നിനക്ക് വഴിയൊരുക്കും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനം പറയുന്നു, മത്തായിയുടെ പുസ്തകം പറയുന്നു, എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ, നിങ്ങളുടെ ഏത് വലിയ വിഷയത്തിൻ്റെ മേലും നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങളൊരു ഓഫീസിൽ ആവശ്യമായി കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി നിങ്ങളൊരു ഓഫീസിൽ കടന്നു പോവുകയാണെങ്കിൽ, അവിടെ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പല വഴിയിൽ കൂടി നിങ്ങൾ മുട്ടിയിരിക്കാം. ഓഫീസുകൾ കടന്നു പോയി നിങ്ങൾ പല വഴിയിൽ കൂടി മുട്ടി നോക്കിയിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഒന്നും സംഭവിച്ചില്ലായിരിക്കും. കാരണം നിങ്ങളുടെ ആ വിഷയത്തിന് മറുപടി കിട്ടിയില്ലായിരിക്കും. എന്നാൽ നീ കർത്താവിൻ്റെ സ്ഥലത്തിൽ മുട്ടുമടക്കി കർത്താവിൻ്റെ സ്ഥലത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ നീ ആ വിഷയത്തിൻ്റെ മേൽ ഇറങ്ങി പോവുകയാണെങ്കിൽ, നീ ഏത് വിഷയത്തിലാണ് പോകുന്നത്, ആ വിഷയത്തിന് പോകുന്നതിന് മുൻപായി ഭവനത്തിലായിരുന്നിട്ട് കർത്താവിൻ്റെ സ്ഥലം മുട്ടുമടക്കി കർത്താവിനോട് യാചിക്കണം. എൻ്റെ അപ്പ, ഞാൻ ഈ വിഷയത്തിൻ്റെ കടന്നു പോകാൻ പോവുകയാണ്, ഞാൻ ഇന്ന വിഷയത്തിന് വേണ്ടി കടന്നു പോകുന്നു, അവിടെ ഞങ്ങളുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം, കൂടെ വരണം എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് മുൻപായി ഇവിടെ ദൂതനെ അയച്ച് അവിടെ ഏത് വ്യക്തിയോടാണ് നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറിയെടുക്കേണ്ടത് ആ വ്യക്തിയോട് ദൂതന്മാരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പോകുന്ന വിഷയങ്ങൾക്ക് മുൻപായി അയച്ച് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. നാം ലോകത്തിലെ വ്യക്തികളെയല്ലേ ആരാധിക്കുന്നത്, ഈ ലോകത്തിലെ മറ്റുള്ള ഈ ലോകപരമായ ദൈവങ്ങളെയല്ലേ ആരാധിക്കുന്നത്, നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവം നമുക്ക് മുൻപായി ചെന്ന് നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം മാത്രമേ നമ്മുടെ ദൈവം. എന്തെല്ലാം നമ്മുടെ പ്രശ്നത്തിൽ ജീവിതത്തിൽ കടന്നു വന്നാൽ, എന്തൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നാം കർത്താവിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ആവശ്യഭാരങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം മാത്രമേ നമ്മുടെ യേശു കർത്താവ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വന്നിരിക്കാം, പലമായ ഭാരങ്ങൾ കടന്നു വന്നിരിക്കാം, പലവിധമായ രോഗങ്ങൾ കടന്നു വന്നിരിക്കാം, പലവിധമായ മുന്നോട്ട് പോകാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾ കടന്നു വന്നിരിക്കാം. എന്നാൽ ആ സമയം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാനായി സാധിക്കും. ഇന്ന് പകൽക്കാലം നിൻ്റെ വിഷയം എന്ത് തന്നെ വലിയ വിഷയമായിക്കൊള്ളട്ടെ, നിന്നെക്കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ലോകപരമായി ചിന്തിക്കുകയാണെങ്കിൽ പറ്റത്തില്ല എന്നുള്ള വിഷയമായിരിക്കും, ലോകത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് നടക്കാത്തൊരു വിഷയമായിരിക്കും. എന്നാൽ ആ വിഷയം കർത്താവിൻ്റെ മുന്നിൽ സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ആവശ്യങ്ങളുടെ മേൽ നിന്നെ പ്രവർത്തിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി ദൂതന്മാരെ ഒരുക്കുന്ന പകൽക്കാലം അത്രയും പകൽക്കാലം. ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അപ്രകാരം അതിന് നമ്മുടെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകം പറയുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് ഇവിടെ ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഒരു ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ഉറപ്പത്രേ അവർ രക്ഷിച്ചത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. കാരണം ദാനിയേലോട് പറയുന്നു, ദാനിയേൽ ഒരു നിയമമുണ്ടാക്കി, രാജാവ് നിയമം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഒരേ ഒരു കാര്യം ചെയ്യാം. അവിടെ ദാരിദേശ രാജാവിന് രാജ്യം ഭരിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് 12 പേർക്ക് 3 അധ്യക്ഷന്മാരെ വെച്ച് നിയമിക്കാൻ വേണ്ടി രാജാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. അവിടെ അവർക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. അവിടെ ആ സമയത്ത് രാജാവിന് ആ കൺഫ്യൂഷൻ തീർത്തത് ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇവിടെ ശദ്രക്കിൻ്റെ മേശക്കിനോടും അബേദ്നെഗോവിനോടും പറഞ്ഞു, രാജാവിനെ അല്ലാതെ വേറെ ആരെയും
നമസ്കരിക്കാൻ പാടില്ല എന്നിവിടെ രാജാവ് കൽപ്പിക്കുകയാണ്. ആ സമയം ഇവിടെ കർത്താവിനെ മുറുകെ പിടിക്കുന്നതായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എന്ത് ചെയ്തു? തൻ്റെ കർത്താവിനെ തന്നെ മുറുകെ പിടിച്ചു. അവരെ തന്നെ ആരാധിക്കുമെന്ന് ഒരേ ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അവർക്കൊരേ തീരുമാനമെടുത്തു. ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. ആ ദൈവം ഞങ്ങളെ വിടുവിക്കാൻ ശക്തനാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് കൂടെ നിന്ന് ഞങ്ങളെ വഴി നടത്തും, മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഇവിടെ ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ വിശ്വാസം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഇതാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, നമ്മുടെ നടത്തുന്ന ദൈവം, നമ്മൾ ഇതുവരെ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. നാം ചിന്തിക്കുകയാണെങ്കിൽ, ലോകപരമായി ചിന്തിക്കുകയാണെങ്കിൽ, ലോകത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കിയാൽ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത്രേ. ഹല്ലേലൂയ. എത്രയോ പേർ ഈ ലോകത്തിൽ ഇന്നലെ രാത്രി കാലം കിടന്നുറങ്ങി വരുന്ന പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ട പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. എന്നാൽ നമുക്കിന്ന് ആരോഗ്യത്തോടെ, ശരീരത്തിന് ആരോഗ്യത്തോടെയും നമുക്ക് ആവശ്യമുള്ള ആഹാരത്തെയും ഉടുവസ്ത്രത്തെയൊക്കെ തന്ന് നമ്മുടെ പരിപാലിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ആണത്രേ നാം ജീവിക്കുന്ന ദൈവമുള്ളത് അത്രേ നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം മരിച്ചൊരു ദൈവമല്ല, ഓരോരുത്തരും ഒരു ദൈവം അത്രേ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നാം മരിച്ചവരെ വിളിക്കുന്നത്, ഇന്നും ജീവിച്ചിരിക്കുന്നതായ ഒരു ദൈവത്തെ അത്രേ ആരാധിക്കുന്നത്. അപ്പോൾ നാം ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കും. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ എന്ത് പ്രശ്നങ്ങളിലും നമ്മളെ വിടുവിക്കാൻ ശക്തനാണ് നമ്മുടെ ദൈവം എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ട് രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞ ഒരേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും നാം ആ ബിംബത്തെ ആരാധിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാം ഒരു സഭയിൽ ഉറച്ച വിശ്വാസത്തോടെ ആരാധിച്ച് കടന്നു പോകും. എന്നാൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത്, അവിടെ നിന്ന് ഒരു വ്യക്തി നമ്മോട് പറയും, അവിടെ നീ അങ്ങനെ പോകണ്ട, ഇങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചാൽ നിനക്ക് നിൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ വിടുവിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് അതിന് പിന്നാലെ കടന്നു പോകുന്നു. എന്നാൽ ഇവിടെ ശദ്രക്കിനെയും മേശക്കിനോടും അബേദ്നെഗോവിനും ഇവിടെ കർത്താവിനെ നമസ്കരിക്കാതെ ഇവിടെ സ്വന്തം നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവർ ഒരേ ഒരു തീരുമാനമെടുത്തു. കർത്താവിൻ്റെ ഒരേ തീരുമാനമെടുത്ത വ്യക്തികളായിരുന്നു. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നാം ആരാധിക്കുന്ന ദൈവത്തെ വിട്ട് ഞാൻ പുന്നോട്ട് പോകത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും അവരുടെ വിശ്വാസം അവർ രക്ഷിച്ചത്. അവരെ ഈ തീച്ചുളയിലിട്ടപ്പോൾ നാം ചിന്തിക്കുമ്പോൾ, ഇത്രയും വലിയ തീച്ചുളയിലേക്ക് അവർ തള്ളിയപ്പോൾ എന്തുകൊണ്ടത്രേ അവർ അവിടെ തീച്ചുളയിൽ നിന്നും എൻ്റെ കർത്താവ് അവരെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം അത്രേ. ഹല്ലേലൂയ. അവർക്ക് വിശ്വാസമുണ്ടാണ് തങ്ങളുടെ കർത്താവ്, യേശു കർത്താവ്, നമ്മുടെ യേശു കർത്താവ് നമ്മളെ വിടുവിക്കാൻ ശക്തനായ ഒരു യേശു കർത്താവാണ് ഞാൻ ആരാധിക്കുന്നത്. ആ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നു, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ നാം മറ്റുള്ള ഒരു വ്യക്തി പറയുകയാണ്, അല്ലെങ്കിൽ ലോകപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, നീ യേശു ക്രിസ്തുവിനെ ആരാധിച്ചിട്ട് എന്ത് കിട്ടി, അല്ലെങ്കിൽ കർത്താവിനെ ആരാധിച്ച് നിനക്ക് എന്ത് ഇതുവരെ കിട്ടി, എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പലപ്പോഴും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നാം പറയും, ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പറയും, ഞാൻ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട്, ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നതുകൊണ്ട്, കർത്താവിൻ്റെ കൂടെ നടന്നു ഞാൻ ഇന്നും ജീവിക്കുന്നു ചില വ്യക്തികൾ പറയും. അതത്ര യഥാർത്ഥ ക്രിസ്ത്യ സ്നേഹം. ചില വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ചില വ്യക്തികൾ പറയും, അവർ ചിന്തിക്കും, ഞാൻ ഇത്രയും നാളും യേശു കർത്താവിനെ ആരാധിച്ചിട്ട് മഹത്വപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കടന്നു വരുന്നു എന്ന് ചിന്തിക്കും. കാരണം നാം ചിന്തിക്കുകയാണെങ്കിൽ യേശു കർത്താവ് എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി, എത്രയോ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ കടന്നു, എത്രയോ ലോകപരമായി ചിന്തിക്കുമ്പോൾ എന്തെല്ലാം ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തി അത്രേ. അപ്പോൾ നാം അതിൽ ഒരു ചെറിയൊരു ഭാഗം പോലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. എന്നാൽ എനിക്ക് അപ്രകാരമുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾ കടന്നില്ല, അല്ലെങ്കിൽ പറയുമ്പോൾ നീ അവിടെ പോയി നേർച്ച കെട്ട് കഴിഞ്ഞാൽ, അവിടെ പോയി കാഴ്ചകൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിനക്ക് ജീവിതത്തിൽ വിജയം സംഭവിക്കുന്നതൊക്കെ പറയും. അപ്രകാരം അവിടെ കടന്നുപോയി പരാജയപ്പെട്ട് വിളിച്ച് തിരിച്ചു വരുന്ന അനേക വ്യക്തികളെ കാണുവാനായി സാധിക്കും. എന്തുകൊണ്ട് അത്രയും പറയാം, നാം നിൽക്കുന്ന സമയം അത്രയും നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 60-70 വർഷം കർത്താവ് ജനിച്ച് ജീവിക്കുന്ന സമയം അത്രയും നാം സത്യദൈവത്തെ ആരാധിക്കുന്ന മക്കളായി തീരണം. അപ്രകാരം ആരാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ പ്രാപിക്കാനേ കഴിയത്തുള്ളൂ. ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചുളയിലിടുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? തീച്ചുളയിൽ തന്നെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാതെ രാജാവ് കൽപ്പിക്കുകയാണ്, ഇവരെ 3 പേരെയും പിടിച്ച് തീച്ചുളയിടാൻ വേണ്ടി പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ രാജാവ് ഇവരെ 3 പേരെയും തീച്ചുളയിലിട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ തീച്ചുളയിട്ട സമയത്ത് രാജാവ് വിചാരിക്കുകയാണ്, ഞാൻ പറഞ്ഞ് അനുസരിക്കാത്ത ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഇപ്പോൾ ആ തീക്ക് ഇരയായി തീർന്ന് അത് കത്തിത്തീരുന്ന് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി രാജാവ് ഇങ്ങനെ ആ തീച്ചുളയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തീച്ചുളയിലേക്ക് വീഴുമ്പോൾ, ആ തീച്ചുളയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വേണ്ടി ചില ആൾക്കാർ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്രേ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരുന്ന
ആരോടൊക്കെ പറയുന്നു, നീ ആ തീച്ചുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ തീച്ചുള്ളിൽ വീഴുന്ന അവസ്ഥയിൽ നിന്നെയും പലരും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അത്ര ഈ സമയം. ആ സമയത്ത് ഇവിടെ കർത്താവ് നോക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ തീച്ചുള്ളിൽ നാലാമനായ ഒരാൾ, 3 പേർക്ക് പുറമെ ശത്രുക്കൻ മേശക്കൻ മൂന്നാമനായി 4-മനായ ഒരാൾ അവിടെ ഇറങ്ങി നിൽക്കുന്നതായി വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതത്ര നമ്മുടെ കർത്താവ് നമ്മുടെ തീച്ചുള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ ഭാരപ്പെട്ട പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾക്ക് നടക്കാൻ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ സമയം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കരം പിടിച്ചിടുന്ന ദൈവം മാത്രമേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ രാജാവ് വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ശത്രുക്കൾക്കും മേശക്കും അബേദ്നെഗോവും ഇപ്പോൾ തീരുമെന്ന് നോക്കിയപ്പോൾ അവിടെ 4-മനായി നടക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ കൂടെ നടക്കുകയാണ്. നോക്കുമ്പോൾ ഞങ്ങൾ 3 പേരല്ലേ തീയിലിട്ടുള്ളൂ, അവിടെ 4-മനായ ഒരാൾ നിൽക്കുന്നു. അതത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങളെ മേലെ ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിങ്ങൾ ആ തീരുമാനമെടുക്കുകയാണെങ്കിൽ ശത്രുക്കൾക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ വീഴുന്നപ്പോഴും തൻ്റെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ ആ തീരുമാനമെന്ന് പകൽക്കാലം എടുക്കുന്ന ഓരോ വ്യക്തികളെയും എൻ്റെ കർത്താവ് എന്ന് പകൽക്കാലം തുടർന്ന പകൽക്കാലം മാത്രമേ. വളരെ പ്രാർത്ഥനയോട് നിങ്ങൾ വചനം കേട്ടിരിക്കുന്നവർ ഇത് പകൽക്കാലം ശത്രുക്കനെയും മേശക്കനെയും അബേദ്നെഗോവിനെ വിടുവിച്ച ദൈവം എന്നെയും വിടുവിക്കാൻ ശക്തനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ വചനം ഉൾക്കൊള്ളുകയാണെങ്കിൽ നിശ്ചയമായും ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു വിടുതലിൻ്റെ പകൽക്കാലം മാത്രമേ. ഇന്നെ കേട്ടുകൊണ്ട് ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ ആ തീച്ചുള്ളിലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തികളെ എൻ്റെ പകൽക്കാലം എൻ്റെ യേശു കർത്താവ് പൂർണ്ണമായും ആ തീച്ചുള്ളിൽ നിന്ന് വിടുവിച്ച് നിന്നെ എത്തിക്കാമെന്ന സ്ഥലത്ത് എത്തിക്കാൻ പോകുന്ന പകൽക്കാലം മാത്രമേ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. നിശ്ചയമായി നിങ്ങൾ വിടുവിക്കുന്ന പകൽക്കാലം നമുക്ക് അല്പസമയം കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഞാൻ കേട്ട വചനപ്രകാരം വചനപ്രകാരം ഈ കണ്ണുകൾ കേട്ടപ്പോൾ കർത്താവേ, ശത്രുഘ്നെയും അബേദ്നെഗോവിനെയും കർത്താവേ ഹല്ലേലൂയ തീച്ചുളയിലിട്ടപ്പോൾ അവിടെ ഇറങ്ങി വന്ന എൻ്റെ ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ വിഷയത്തിൻ്റെ മേലും ഈ പകൽക്കാലം ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിക്കാൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന അപ്പച്ച. എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം മറുപടി പകൽക്കാലമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന്മേൽ എൻ്റെ വിഷയത്തിൻ്റെ മേലെ യേശുവൻ എനിക്ക് പൂർണ്ണമായും മറുപടി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്രകാരം വിശ്വസിക്കുന്ന എല്ലാവരെയും എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. എന്നെ കേട്ടുകൊണ്ട് എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഈ സമയം അവരുടെ വിഷയങ്ങളുടെ മേൽ എൻ്റെ അപ്പൻ്റെ കാലം തൊട്ടാനാ നന്ദി. സകല മഹത്വവും സകല പൂച്ചയും കറിയുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.